രണ്ട് നേതാക്കളുടെ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വളരെ ഗൗരവമുള്ള പ്രതികരണം നടത്താൻ ഞാൻ നിർബന്ധിക്കപ്പെടുന്നത്. അതിലൊന്ന് അടൂർ പ്രകാശിൻ്റേതാണ്. ദിലീപിന് നീതി കിട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാകാം. പക്ഷേ ഗവൺമെൻറ് അപ്പീലിന് പോകുന്നത് വേറെ പണിയില്ലാത്തത് കൊണ്ടാണ്. ഏറ്റവും വിമർശിക്കപ്പെടേണ്ട ഒരു പരാമർശമാണത്. ഗവൺമെൻറ് പ്രോസിക്യൂഷന് വേണ്ടി നടത്തുന്ന ഒരു കേസിൽ തിരിച്ചടി ഉണ്ടായാൽ അപ്പീലിന് പോവുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു ബാധ്യതയാണ്. അത് വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് ഗവൺമെൻറ് അപ്പീലിന് പോകുന്നത് എന്ന പരാമർശം UDFൻ്റെ കൺവീനർ നടത്തിയത് ഈ പൊതുസമൂഹം അംഗീകരിക്കില്ല. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം. കേരളീയ സമൂഹത്തോട് അദ്ദേഹം മാപ്പ് പറയണം. KPCC പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ പരാമർശത്തോട് പ്രതികരിച്ചിട്ടില്ല. വേറെ ഒരു കോൺഗ്രസിൻ്റെ നേതാക്കളും പരാമർശിച്ചിട്ടില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും അപ്പീലിന് പോകണമെന്നുള്ള അഭിപ്രായക്കാരാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടാണോ അടൂർ പ്രകാശ് സ്വീകരിച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തണം. ഏതാണ്ട് 1 കോടിയിൽ പരം ജനത ഇന്ന് വോട്ടവകാശം രേഖപ്പെടുത്തുകയാണ്. അതിൽ മഹാഭൂരിപക്ഷവും സ്ത്രീ വിഭാഗങ്ങളുമാണ്. ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ സ്ത്രീ സമൂഹത്തോട് എങ്ങനെയാണ് UDFിലെ ഒരു ഘടക കക്ഷി കോൺഗ്രസ് അതിൻ്റെ നേതാക്കൾ പ്രതികരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിനോട് കൂട്ടി വായിക്കേണ്ടതാണിത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നിലപാടല്ല അടൂർ പ്രകാശ് പറഞ്ഞതെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം. ഒരു പണിയുമില്ലാത്തത് കൊണ്ടാണോ ഗവൺമെൻറ് അപ്പീലിന് പോകുന്നത് എന്ന പരാമർശം അദ്ദേഹം പിൻവലിക്കണം. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധിയുടെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ കടന്നിട്ടേയില്ല. ഇപ്പോഴും വിധിയുടെ ഉള്ളടക്കം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അതിനുശേഷം മാത്രമേ ഇതിൻ്റെ മെറിറ്റിലേക്ക് കടന്ന അഭിപ്രായം പറയൂ. പക്ഷേ ദിലീപ് പറഞ്ഞ ഒരു പരാമർശം അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് മാത്രമല്ല, നീതിന്യായ വ്യവസ്ഥയോടുള്ളൊരു വെല്ലുവിളിയായിരുന്നു. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ക്രിമിനലുകളാണ് എന്നൊരു സന്ദേശം അദ്ദേഹം കൊടുത്തു. അതൊരു രൂപത്തിലും പരാമർശിക്കാൻ പാടില്ലാത്തതായിരുന്നു. ആ ഒരു ഭാഗമാണ് ഞാൻ ഇന്നലെ പരാമർശിച്ചത്. ബാക്കിയുള്ള കോടതി നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പീലിന് കൊടുക്കുമെന്ന്. അപ്പീൽ തീരുമാനിക്കട്ടെ, അത് ആ വഴിയിലേക്ക് പോകട്ടെ. രണ്ടാമത് ഇന്ന് പോളിംഗ് കഴിഞ്ഞ് AK ആൻ്റണി നടത്തിയിട്ടുള്ള പരാമർശം വിമോചന സമരത്തിൻ്റെ വിഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. അദ്ദേഹം പറയുന്നത് ജനങ്ങൾക്ക് ഭരണം കൊണ്ട് പൊറിഞ്ഞു മുട്ടിയിരിക്കുന്നു, ഇവിടെ ഒരു ഭരണമില്ല എന്നാണ്. എന്നാൽ ബഹുമാനപ്പെട്ട AK ആൻ്റണിയോട് ഞാൻ ചോദിക്കുന്നത്, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമീപനത്തിൽ അമിത താൽപ്പര്യം കോൺഗ്രസ് കാട്ടുന്നു. ന്യൂനപക്ഷത്തിൻ്റെ പേരിൽ ഭൂരിപക്ഷ സമുദായത്തെ മാനിക്കാത്ത സമീപനം ലീഗ് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ നിന്ന് പോകാൻ നിർബന്ധിക്കപ്പെട്ടതാണ് AK ആൻ്റണി. ഒരു കാലഘട്ടത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വർഗീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നിലപാടെടുത്ത AK ആൻ്റണി ഇപ്പം ജമാഅത്തെയുമായി ഐക്യമുന്നണിയാണ്.
ഏതെങ്കിലും രൂപത്തിൽ ഇവരാണ് അധികാരത്തിൽ വരാൻ പോകുന്നതെങ്കിൽ ഈ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ജമായത്തിൻ്റെ കയ്യിലായിരിക്കും. ആ ആപത്ത് തിരിച്ചറിയാൻ AK ആൻ്റണിക്ക് എന്താ കഴിയാതെ പോയത്? എന്തുകൊണ്ടാണ് നിശബ്ദത പുലർത്തുന്നത്? ആ കാര്യത്തെ സംബന്ധിച്ച് ഒരക്ഷരം അദ്ദേഹം പറഞ്ഞില്ല. അടൂർ പ്രകാശിൻ്റെ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരഭിപ്രായം അദ്ദേഹം പറഞ്ഞില്ല. നിശബ്ദത പാലിക്കുകയാണ്. ഇത് പഴയ AK ആൻ്റണിയാണോ? ശക്തമായ നിലപാടെടുത്ത AK ആൻ്റണിയാണോ? അതിന് പകരം വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്ത, വിഷം മനസ്സിൽ സൂക്ഷിക്കുന്ന പഴയ AK ആൻ്റണിയാണ് ഇന്ന് കേരളീയ സമൂഹത്തിന് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി പോളിംഗ് ബൂത്തിൻ്റെ മുമ്പിൽ വെച്ച് നടത്തിയ പരാമർശത്തിൻ്റെ ഭാഗമായി കാണാൻ കഴിയുന്നത്. അപ്പം UDF ഒരു രൂപത്തിലും കേരളത്തിൽ ഇനി അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ പരക്കം പായലിൽ എല്ലാ വഴിവിട്ട മാർഗങ്ങളും സ്വീകരിച്ച് അംഗീകൃത രാഷ്ട്രീയ നയങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് UDFും കോൺഗ്രസും ലീഗും ഒത്തൊരുമിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജമാഅത്തയുടെ സഹായത്തോടു കൂടി നേരിടുകയാണ്. ഇത് കേരളത്തിലെ ജനത തിരിച്ചറിയുന്നു എന്ന് മാത്രമല്ല, ഇനി രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ദയനീയമായ ചിത്രമായിരിക്കും UDFിനുണ്ടാകാൻ പോകുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാം വരവ് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പം ഈ പരാമർശം വഴി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് AK ആൻ്റണിയുടെ പരാമർശത്തോടും അടൂർ പ്രകാശിൻ്റെ പരാമർശത്തോടും കടുത്ത വിയോജിപ്പാണ് പൊതുവിൽ ഇതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഉണ്ടാകുക.